അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഈ മാസ്റ്റർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ്. കുഞ്ഞു പാട്ടിന്റെ വാത്സല്യ വിരുന്നിലേക്ക് നമ്മുടെ സ്വന്തം കൃഷ്ണശ്രീ കുട്ടി. വെൽക്കം കൃഷ്ണു. മക്കളെ, കൃഷ്ണ കൃഷ്ണയെ എന്ന് വിളിച്ചാൽ ആരെയാണ് വിളിച്ചത്? എന്നെ. അതാണ് ശരിക്ക് കഥകളിൽ ആരാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത് അല്ലേ? കൃഷ്ണ എന്ന് വിളിച്ചാൽ ഗുരുവായൂരപ്പൻ. കൃഷ്ണനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഭദ്രകാളിയോ? അയ്യോ, പിന്നെ എം ജി ഞങ്ങളുടെ ആക്ഷൻ കണ്ട അങ്ങനെയാ. അത് ദ്രൗപദിയാണ് കൃഷ്ണ എന്നുള്ളത്. അപ്പൊ ഏതാണ് പാട്ട്? എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരെ. ആണോ? എപ്പോഴും പാടിക്കില്ലേ? ഞാൻ പേപ്പർ പേന എടുക്കും. ഓൾ ദി ബെസ്റ്റ് കൃഷ്ണു. താങ്ക് യു. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ, വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ, പിന്നെ വളയിട്ടു കണ്ണുകൊണ്ട് പൊറുമാരൻ. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ. വീരിക്കുള്ളിൽ നിന്ന് രണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വീരണ്ടോരോ പുള്ളിമാനെ പിടിക്കാൻ നോക്കി, വീരണ്ടോരോ പുള്ളിമാനെ പിടിക്കാൻ നോക്കി. വീരിക്കുള്ളിൽ നിന്ന് രണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വീരണ്ടോരോ പുള്ളിമാനെ പിടിക്കാൻ നോക്കി, വീരണ്ടോരോ പുള്ളിമാനെ പിടിക്കാൻ നോക്കി. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ, പിന്നെ വളയിട്ടു കണ്ണുകൊണ്ട് പൊറുമാരൻ. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ. കരക്കാരറിയാതെ കണ്ണിന ഇടയാതെ കരളും ചേർന്നു നിക്കാഹ് ചെയ്തു. എന്റെ കരിവള സാക്ഷിയായി നിക്കാഹ് ചെയ്തു. കരക്കാരറിയാതെ കണ്ണിന ഇടയാതെ കരളും ചേർന്നു നിക്കാഹ് ചെയ്തു. എന്റെ കരിവള സാക്ഷിയായി നിക്കാഹ് ചെയ്തു. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ, പിന്നെ വളയിട്ടു കണ്ണുകൊണ്ട് പൊറുമാരൻ. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ. വനമുല്ലപ്പെണ്ണിന്റെ മലരണി കൈ പിടിച്ച് വലിക്കാൻ നോക്കുന്ന വസന്തത്തെ പോൽ, വലിക്കാൻ നോക്കുന്ന വസന്തത്തെ പോൽ. വനമുല്ലപ്പെണ്ണിന്റെ മലരണി കൈ പിടിച്ച് വലിക്കാൻ നോക്കുന്ന വസന്തത്തെ പോൽ, പിടിമുറുക്കാൻ നോക്കുന്ന വസന്തത്തെ പോൽ. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ, പിന്നെ വളയിട്ടു കണ്ണുകൊണ്ട് പൊറുമാരൻ. എന്റെ വളയിട്ട കൈ പിടിച്ചു വിരുന്നുകാരൻ. കൃഷ്ണുട്ടി, എന്തോ? സെലക്ഷൻ കേട്ടാ. താങ്ക്
താങ്ക് യു സർ. ബാബുക്കയുടെ ഒരു ടച്ച് ഇതിനകത്ത് ഓരോ എൻഡിലും അദ്ദേഹത്തിന്റെ ഒരു ടച്ച് വെച്ചിട്ടുണ്ട്. അത് മോൾ അസലായിട്ട് പാടിയിട്ട് ആദ്യത്തെയും 1-2 ഒക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ ബാക്കി മോക്ക് അത് 2 പാടാമെന്നുണ്ടെങ്കിൽ ബാക്കി 2 പാടാൻ സാധിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. വസന്തത്തെ പോലെ വരുന്നില്ല ആ പോർഷൻ ഒന്ന് പാടിക്കാൻ മോളെ. വനമുല്ല പെണ്ണിന്റെ വനമുള്ള പെണ്ണിന്റെ മലരണി കൈ പിടിച്ച് വലിക്കാൻ നോക്കുന്ന വസന്തത്തെ പോൽ, വസന്തത്തെ പോൽ. ഞാൻ പറഞ്ഞില്ലേ, കാരണം എല്ലാം പാടാൻ സാധിക്കും. നന്നായിരുന്നു അല്ലേ? ടോട്ടലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്ന് താങ്ക് യു സർ. ഒരു ക്ലാസിക് ആയിട്ടുള്ള പാട്ട് ക്ലാസി ആയിട്ട് പാടി, അതാണ് പറയേണ്ടത്. മാത്രമല്ല കുറച്ച് എഫേർട്ട്ലെസ് ഈസിലാണ് പാടിയത്. എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ പുഷ്പം പോലെ. ഈ പാട്ട് സുശീലാമ്മയാണല്ലോ പാടിയിരിക്കുന്നത്. പക്ഷെ ഈ പാട്ട് ജാനകി അമ്മ എങ്ങനെ പാടുമോ അതുപോലെയാണ് മോള് പാടിയതെന്ന് തോന്നുന്നു. ജാനകി അമ്മയുടെ ഒരു ഫ്ലേവറാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത്. പിന്നെ ആ നിക്കാഹ് എന്നൊക്കെ അത് പറഞ്ഞതും അത് പാടിയതും അതിന്റെ ഭാവവും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. അന്ന് പാടിക്കാമോ നിക്കാഹ്? അത് കഴിഞ്ഞിട്ട് നിന്റെ വളയിട്ട അത് 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 അതിങ്ങനെ കട്ട് ചെയ്തില്ലേ, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് ഒരു അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമില്ലാന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് മാത്രമല്ല അവിടെ കാണും വളയിട്ട അങ്ങനെ കാണിച്ചു. ആദ്യത്തത് ഫസ്റ്റത്തത് വളയിട്ട്, രണ്ടാമത്തത് വളയിട്ട്, അവസാനത്തെ വളയിട്ട്. അതാണ് ഈ 3 വേരിയേഷൻസ് ഈ ക്രിസ്മസ് ട്രീ കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുത്ത് ഇവിടെ അങ്ങോട്ട്. അപ്പൊ നന്നായിട്ട് വളയിട്ടു പാട്ടിന്. ബാബുരാജ് മാഷിന്റെ ഒരുപാട് പാട്ടുകൾ മോക്ക് ഈ വേദിയിൽ പാടാൻ പറ്റട്ടെ. അത് മോക്ക് ചേരുന്ന ഒരു ജോണറാണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ജാനകിയമ്മ പാടിയ വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ വരണം. കരളിൽ വിരിഞ്ഞ റോജാ മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ, ഖദീജ. എന്തൊരു ബ്യൂട്ടിയാണ് ആ സംഗീതം. അതെ 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 അതെ. ഒരൊറ്റ നോട്ട് കൊണ്ട് മാജിക് ഉണ്ടാക്കുന്ന ഇന്ദ്രജാലക്കാരനാണ് ബാബുക്ക. താങ്ക്സ് എ ലോട്ട് ഫോർ പ്രസന്റിംഗ് ദിസ് സോങ് ടു us today. താങ്ക് യു സർ. ക്രിസ്മസ് ട്രീ എന്തോ എന്ത് പാട്ടാണ് ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നത്. എന്ത് സൂപ്പർ ആ പാട്ടിന്റെ വരികൾ. ഭാസ്കർ മാസ്റ്റർ എഴുതിയ വരികളിൽ എന്തൊരു റൊമാൻസ് ആണ്. അതായത് മറ്റേ കരക്കാരറിയാതെ കണ്ണിണ ഇടയാതെ കരളും കരളും ചേർന്ന് നിക്കാഹു ചെയ്തു, എന്റെ കരിവള സാക്ഷിയായി നിക്കാഹു ചെയ്തു, കരിവള സാക്ഷിയായി നിക്കാഹ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അത് മോള് പാടുന്ന സമയത്തും അത് കറക്റ്റ് എക്സ്പ്രഷനാ. മോളുടെ പാട്ടിൽ നമുക്ക് ആ ലിറിക്സ് ഇങ്ങനെ നമ്മൾ ലിറിക്സ് ഭയങ്കരമായിട്ട് അങ്ങ് നമുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും. അപ്പൊ അത് മോളുടെ ശബ്ദത്തിലൂടെ വരുന്ന സമയത്ത് മോൾ മാക്സിമം അതിനെ ക്യൂട്ടാക്കി ആ കമ്പോസർ ട്യൂൺ എങ്ങനെ ആ ലിറിക്സിനെ കെട്ടിപ്പിടിക്കുന്നോ അത്രയും തന്നെ സന്തോഷം മോൾ ഇത് പാടുമ്പോൾ മോളെ കെട്ടിപ്പിടിക്കാൻ. ഇതുപോലത്തെ ലിറിക്സ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാട്ട് പഠിച്ചു. നിങ്ങളുടെ ഈ പാട്ട് ഒറിജിനൽ കേൾക്കുമ്പോൾ കിട്ടുന്ന അതേ സുഖം മോളുടെ പാട്ട് കിട്ടി. നന്നായിട്ട് പാടി മോളെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീലിൽ കൊടുത്ത് പാടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. ഇത് ആകെ പല്ലവി 2 ലൈൻ, അനുപല്ലവി 2 ലൈൻ, ചരണം 2 ലൈനേ ഉള്ളൂ. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത് അല്ലേ? വളരെ 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 ഇഷ്ടപ്പെട്ടു. കൃഷ്ണ എന്തോ ഉമ്മ ചക്കരെ അത്രേ പറയാൻ തോന്നുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തീർന്നു പോയ പോലെ മോൻ്റെ ആ ക്യൂട്ട് വോയിസില് സുശീലാമ്മയുടെ അന്നത്തെ പ്രായത്തിലെ ആ വോയിസിന്റെ മാധുര്യം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതേ ആ ക്യൂട്ട്നെസ് മോളുടെ വോയിസിലുണ്ടായിരുന്നു. ശരിക്കും വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി. അത്രയ്ക്ക് നന്നായിരുന്നു കേട്ടാ. മോക്ക് അങ്കിൾ തരുന്ന മാർക്ക് 24.5 out of 25. Christmas tree going to be awarded 24.5 out of 25. Thank you, sir. Same 24.5. Thank you, sir. 24.75. Thank you, sir. Total 98.25 out of 100. Thank
താങ്ക് യു സർ. ദാറ്റ് മീൻസ് മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു A extreme. താങ്ക് യു. അടിയൊരു വളയിട്ട പൂക്കുറ്റി. പ്രേക്ഷകരെല്ലാരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കൃഷ്ണുവിന് വോട്ട് ചെയ്യണം. ഒപ്പം എന്താണ് ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകണം. ഓക്കെ ടാറ്റാ. ടാറ്റാ. മമ്മൂക്ക ഓരോ മലയാളിയുടെയും ഓരോ ഭാരതീയൻ്റെയും എല്ലാ കാലത്തേക്കുമുള്ള അഭിമാനമാണ്. എൻ്റെയും ജ്യേഷ്ഠൻ ഇഗ്നേഴ്സിൻ്റെയും ഭാഗ്യമാണ് അദ്ദേഹം ആദ്യമായും രണ്ടാമതായും പാടിയ 2 ഗാനങ്ങളും ഞങ്ങളുടെ സംഗീതത്തിലാണെന്നുള്ളത്. അന്തരിച്ച തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫിൻ്റെ എറണാകുളത്തുള്ള മുറിയിൽ രഞ്ജിനി കാസറ്റിന് വേണ്ടി ഞാനും ജ്യേഷ്ഠൻ ഇഗ്നേഴ്സും കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ കേൾക്കാൻ മമ്മൂക്ക ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. ആ ബന്ധമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ 2 പാട്ടുകൾ പാടിക്കാൻ സാധിച്ചത്. 70-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന മമ്മൂക്കയ്ക്ക് എല്ലാവിധ പിറന്നാൾ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഇനിയും ധാരാളം വർഷങ്ങൾ ആരോഗ്യത്തോടെ തൻ്റെ അപാരമായ അഭിനയസിദ്ധിയാൽ ലോകരെ മുഴുവനും ആനന്ദിപ്പിക്കുവാനും ആസ്വദിപ്പിക്കുവാനും ദൈവം ശക്തി പകരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. കൂട്ടുകാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച പഠനം എല്ലാ കൂട്ടുകാർക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി ഈ മാസ്റ്റർ എന്ന ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8 മുതൽ +2 വരെയുള്ള കൂട്ടുകാർക്ക് ഒരു അധ്യയന വർഷത്തേക്ക് എല്ലാ വിഷയങ്ങളും ഇനി വെറും 3000 രൂപ ചിലവിൽ പഠിക്കാം. അതായത് ഒരു മാസത്തേക്ക് ഇനി വെറും 250 രൂപ മാത്രം. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങൾക്കായി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ഒരുക്കുന്നത്. ഈ മികച്ച അവസരം കൂട്ടുകാർ ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുക. ഡൗൺലോഡ് ചെയ്യൂ ഈ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. രാഗവസന്തത്തിന്റെ നറു സൗരഭം വിരിഞ്ഞ കുട്ടിപ്പാട്ടുപോരിൽ ഇനി ഒരു ഡ്യുവറ്റ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ശ്രീനന്ദും ദേവനക്കുട്ടിയും എത്തുന്നു. എന്താ പറയുന്നത്, ഈ വലിയ റാണിമാരൊക്കെ വരുന്ന ഒരു രീതിയിലാണ് നമ്മുടെ CK വരുന്നത്. അവനോ വലിയ രാജാവ് വരുന്നത്. ഏത് പാട്ടാണ്? നിനക്കെന്റെ മനസ്സിലെ. പക്ഷെ ഇതൊക്കെ എടുത്ത സമയത്ത് സാധാരണ ഈ 70s 80s ഡിസ്കോ സ്റ്റെപ്പില്ലേ, അതിങ്ങനെ കാലിങ്ങനെ, അതിനൊക്കെയാണ് കറക്റ്റ് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ദീപങ്ങൾ ഭയങ്കര മിടുക്കനാട്ടോ. നമുക്ക് ഒരു ദിവസം കാണാൻ പറ്റും ഇതുപോലുള്ള സ്റ്റെപ്പുകളൊക്കെ, ഒക്കെ ഇട്ട് ദീപങ്ങളുടെ ഡിസ്കോ സ്റ്റെപ്പ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പ് അല്ലേ അല്ലേ? അതിനിപ്പോ ഒരു ദിവസം വരെയൊക്കെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ആദ്യമായിട്ട് നമ്മൾ ദീപുവിന്റെ ഡാൻസ് കാണാൻ പോവുകയാണ്. ദീപു ഇൻ ലൂസ് പാന്റ്. ഞാൻ അവിടെ ഒന്നും ഇവിടെ 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അതിട്ട് ലൂസ് പാന്റ് ആണെങ്കിലും കിടന്ന് ഇളകിക്കോളും. അപ്പൊ തുടങ്ങാം. ഏതാ പാട്ട്? ഏതാ? നിനക്കെന്റെ മനസ്സിലെ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മകളെ ഓ നല്ല പാട്ട് കേട്ടു. സിക്കടി, ഓ നീ കുഞ്ചാണ്. ഈ കുഞ്ചിന് ഈ പാട്ടെടുത്ത് പൊക്കാൻ പറ്റൂ? നീ കുറച്ചുകൂടെ വലുതാ. കുറെ സ്ഥലങ്ങളിലൊക്കെ പാടി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തുടക്കത്തിലുള്ള നിനക്കെന്റെ മനസ്സിലെ അവിടെ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഇത്തിരി പ്രശ്നങ്ങളായിരുന്നു. മായപ്പൻ വെയിലിൻ അനുപല്ലേ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സീക്കേടിക്ക് ഇന്ന് കുറച്ച് ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, ഈ കുഞ്ഞിനെ ഇതെടുത്ത് പൊക്കാൻ പറ്റുമോ? ഈ കല്ല് അറ്റംപ്റ്റ് ഉണ്ട്, മോടെ മനസ്സിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പ്രായം അനുവദിക്കണ്ടേ ഇതിന്? ലാസ്റ്റ് പാടില്ലേ ഉമ്മ കൊടുത്ത് മയക്കി, അത് നന്നായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആകെ മൊത്തം എടുത്ത് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ. കോൺഫിഡൻസിന്റെ വ്യക്തി രൂപമാണ് ആര്? ശ്രീനന്ദ്. പിന്നെ ആരെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത്? ആഹാ, എല്ലാ പോർഷൻസും നന്നായിട്ട് അവിടെ ഹിറ്റ് ചെയ്യാൻ, നോട്ട്സ് ഹിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. നല്ല സുന്ദരനായിട്ടുണ്ട്. അതുപോലെ വേറൊരു ചുന്ദരി കുട്ടി സൈഡിലുണ്ട്. ഇത്രയും കൊച്ചു വയസ്സിൽ ഇത്രയെങ്കിലൊക്കെ പാടാൻ പറ്റുന്നില്ലേ? അതൊരു വലിയ കാര്യമാണ് CKD കേട്ടോ. അപ്പൊ CKD കുറച്ച് താളത്തിലും കുറച്ച് വലിഞ്ഞു പോയി കണ്ണാ. അത് സാരമില്ല. ഈ ചെറിയ വായിൽ ഇത്രയും വലിയ വാക്കുകളൊക്കെ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? എന്നാലും CKD അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് പരിശ്രമിച്ച് അങ്ങ് ഒപ്പിച്ചേടാ. അതിനൊരു കൈയടി കൊടുക്കണം കേട്ടോ. ഇപ്പൊ ശ്രീനന്ദ് എന്താണ് പറയാ, ഭാവങ്ങൾ ആ പാടുന്ന ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫീല് അതിനകത്ത് കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇതിപ്പോ മോൻ പാടുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ സംഗതി വരാൻ പോകുന്നുണ്ടേ, ശ്രദ്ധിച്ചോണേ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും ശ്രീനന്ദ് പാടുന്നത്. പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് നിന്റെ അപ്പുറം ആരുമേ ഇല്ലടേ. നീ താ മുതൽ വൻ, സംശയമില്ല കേട്ടോ. ഓക്കെ, രണ്ടുപേരും നന്നായിട്ട് പാടി. ഇതില് സംഭവം എന്താന്ന് വെച്ചാൽ, രണ്ട് പ്രായക്കാർക്കും ഈക്വൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പോലത്തെ പാട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അങ്ങ് പിടിപ്പിച്ച് എത്തിക്കാത്തത് മാതിരി തോന്നില്ല. മോള് പാടിയത് ആവുന്നതും വെച്ച് മോള് ട്രൈ ചെയ്തു. അതിന് സ്പെഷ്യൽ കയ്യടി മോൾക്ക് തരുന്നു ആദ്യം തന്നെ. ഇതിൽ കൂടുതൽ അപ്രിസിയേഷൻ ഞാൻ കൊടുക്കുന്നത് ശ്രീനന്ദിന്റെ പാട്ടിനല്ല, ശ്രീനന്ദ് കൂടെ നിൽക്കുമ്പം ഏത് കണ്ടസ്റ്റന്റും അങ്ങ് സുഖമായിട്ട് ശ്രീനന്ദിന്റെ കൂടെ പാടുന്ന ഒരു എനർജി കൊടുക്കുന്നില്ല. അതിന് മോന് വലിയ കയ്യടി തരും. ദേവന മോള് ഏത് പാട്ട് പാടുമ്പോഴും അതിന് കുറേ ഫീൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയാറില്ലേ മോളുടെ ഫീൽ സൂപ്പറാ എന്ന് പറയില്ലേ. പക്ഷേ മോൾ ഈ ഫീൽ കൊടുക്കുന്ന സമയത്ത് അതിന് ഈ പാട്ട് നല്ല ഏത് പാട്ട് പാടുമ്പോഴും താളത്തിൽ ഇരുന്നുകൊണ്ട് ഫീൽ കൊടുക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലതായിരുന്നു. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടിന്റെ ഇടയിലുണ്ടായ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സ്റ്റെപ്പുകൾ അതിനൊരു പ്രത്യേക കയ്യടി തരുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്യുവറ്റ് സോങ്സ് എങ്ങനെ വളരെ എന്റർടൈനിങ്, അല്ലെങ്കിൽ എന്താ പറയണ്ട, കാണുമ്പം കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു എന്റർടൈൻമെന്റ് വാല്യൂ കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ശരിക്കും അറിഞ്ഞു തുടങ്ങി. യു ആർ ഷേപ്പിംഗ് ഇൻ ടു വെരി ഗുഡ് സിംഗേഴ്സ് ആൻഡ് പെർഫോമേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ. ഈ പാട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പല സ്ഥലത്തും. നമുക്കിങ്ങനെ ഒരു ലൈവായിട്ട് പാടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് അത്. നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങൾ മാനേജ് ചെയ്തു എന്ന് മാത്രം പറയാം. ശ്രീനന്ദ് നന്നായിട്ട് പാടി. ദേവനക്കുട്ടി പ്രായത്തിൽ ഈ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പാട്ട് പാടാൻ. ഒന്നും കൂടി വലുതായിട്ട് നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ ഒന്നുകൂടി കേൾക്കാൻ സുഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്ത് രസമായിട്ടാടാ പാടുന്നത്. അതേപോലെ ആ പ്രണയമൊക്കെ എങ്ങനെയാ ഈ കുഞ്ഞുങ്ങളുടെ വായിൽ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ജഡ്ജസ് പറയുന്ന ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് പോലും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വലിയ ഭാഗ്യമാണ്. എന്ത് രസമായിട്ട് പാടണം മക്കളെ. ഒത്തിരി സന്തോഷം കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. അപ്പൊ CKD ഇന്ന് CKDക്ക് കുറച്ച് കുറവാണ് കേട്ടോ. പിണം കണ്ട അടുത്ത തവണ കൂട്ടി തരും നന്നായിട്ട് പാടുമ്പോഴത്തേക്കും. ബ്രാക്കറ്റിൽ 21.5 out of 25. CKDക്ക് ഇന്ന് അങ്കിൾ തരാൻ പോകുന്നത് ഇടിയാണ്. ഇടി തരട്ടെ. 23 ഇടി. ദേവനക്കുട്ടിക്ക് ദീപകങ്ങൾ തരുന്നു 23.5. ദേവനക്കുട്ടിക്ക് മധുവങ്കൾ തരുന്നു 22.5 out of 25. So total 90.5 out of 100. ശ്രീനന്ദ് കുട്ടന് അങ്കിൾ തരുന്നു 22.5
out of 25. താങ്ക് യു സർ. 24 ഇഡീസ്. താങ്ക് യു സർ. ഞാനും തൊട്ടടുത്ത് തന്നെയുണ്ട്. 24.25. താങ്ക് യു സർ. ശ്രീനന്ദകുട്ടന് മധുവങ്കൾ തരുന്നു 23.75. താങ്ക് യു സർ. Total 94.5 out of 100. താങ്ക് യു സർ. മാർക്കുകൾ രണ്ടും വ്യത്യാസമുണ്ടെങ്കിലും രണ്ടുപേരും വന്ന് വീണിരിക്കുന്നത് ഒരേ ഗ്രേഡിലാണ്. വിച്ച് മീൻസ് ജഡ്ജസ് പാനൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്നു A extreme. താങ്ക് യു സർ. രണ്ടുപേരും പിങ്ക് ആയതുകൊണ്ട് ഞാനൊരു പിങ്കം പൂക്കുറ്റി തരാം. അടി ഒരു പിങ്കം പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ പിങ്കന്മാർക്ക് രണ്ടുപേർക്കും വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. ബൈ ബൈ പിങ്കൻസ്. ഈ കോവിഡ് കാലത്ത് എങ്ങനെ ഷോപ്പിൽ പോയി ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്യും എന്ന വിഷമത്തിലാണോ നിങ്ങൾ? എന്നാൽ ഷോപ്പ് മൈജി ആണെങ്കിൽ ഇനി ടെൻഷനേ വേണ്ട. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൈജി ഷോറൂമുകൾ കസ്റ്റമേഴ്സിന്റെ സുരക്ഷയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ബഡ്ജറ്റ് ഒരു പ്രശ്നമാകാതെ ഏറ്റവും പുതിയ ഗാഡ്ജറ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മൈജിയിൽ നിന്നും സ്വന്തമാക്കാം. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ് എന്നിങ്ങനെ എല്ലാവിധ ഗാഡ്ജറ്റ്സിന്റെയും ഏറ്റവും വലിയ കളക്ഷൻ ആണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. മൈജിയുടെ ഫിനാൻസ് സൗകര്യങ്ങളും സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഇനി നിങ്ങൾക്ക് സ്വന്തം. കൂടാതെ മൈജിയുടെ പൊന്നോണം പോക്കറ്റിലാക്കാം ഓഫർ തുടരുന്നു. ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം 101 പവന്റെ സ്വർണ്ണ സമ്മാനങ്ങളും നേടാം. മൈജി സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. കുഞ്ഞു പാട്ടുകൂട്ടിലെ കാന്താരി പെണ്ണ് പ്രേക്ഷകരുടെ സ്വന്തം ശ്രീനന്ദക്കുട്ടി. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. അതാണ് എരിയുണ്ട് കാന്താരി പെണ്ണാണല്ലേ? അതെ ആണ്. ആ, ഏത് പാട്ടാ പാടുന്നേ? ഞാനിന്ന് അമ്മയെന്ന വാക്ക് കൊണ്ട് പൂജ ചെയ്തിടാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗൗണ് ടിവിന്ന് മാത്രം കണ്ട് സ്വന്തമായിട്ട് തയ്ച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്ന ഡ്രസ്സാണ്. ടിവിയിൽ കണ്ടിട്ട് അളവെടുത്തോ? അല്ല, ആന്റി എഞ്ചിനീയർ ആണോ? മധു, ഈ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ടൈലർ അല്ലേ, എഞ്ചിനീയർ ആണോ? അല്ല അല്ല, ഇങ്ങനെ ടിവിയിൽ കാണുമ്പോ സ്കെയിലും മറ്റു സംഭവങ്ങളൊക്കെ വെച്ച് അളന്ന് അങ്ങനെ അളവെടുക്കുന്ന എഞ്ചിനീയർമാരാണല്ലോ. ആക്ച്വലി മധുവിന്റെ വീട് ഉണ്ടാക്കിയത് ഒരു ടൈലർ ആണോ എഞ്ചിനീയർ ആണോ? അത് എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? ടിവിയിൽ കണ്ടിട്ട് അത് വെച്ച് അളന്ന് ഡ്രസ് ഉണ്ടാക്കിയതിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അളക്കുന്ന എന്തായാലും ടൈലർ അല്ലേ? അത് ടൈലറാണ്. അത് നേരിട്ട് കാണുമ്പോ എഞ്ചിനീയറിന്റെ കഴിവുള്ള ഒരു ടൈലറാണ് ഇത് തയ്ച്ചത്. ഓക്കെ, ശ്രീനന്ദനെ കണ്ടതുപോലെ തന്നെ ഞങ്ങള് എല്ലാരും അളവ് ഇങ്ങനെ തന്നെ കണ്ട് അതെ, അളവ് വേണമെങ്കിൽ എടുത്തോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ, എന്തോ? എന്നെ എവിടൊക്കെയോ കൊണ്ടുപോയി. പാട്ട് കേട്ടോ, മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് പുറകോട്ട് പോയി. മോളെ സ്കൂളിൽ പോണതും എന്നെ സ്കൂളിൽ വിടാൻ നേരത്ത് ഞാൻ പറയും എനിക്ക് പോണ്ട. അപ്പൊ അച്ഛൻ മറ്റേ പുളിയുടെ കമ്പുണ്ടല്ലോ, ഇതൊരു വേദനയെന്നറിയോ? അപ്പൊ അത് ഇട്ട് എന്നെ അടിക്കുമ്പം അമ്മയാണ് ആദ്യം വന്ന് എടുത്തിട്ട് മോനെ നീ പോണ്ട, എന്തായാലും പോണ്ടി വരുമെന്ന് എനിക്കറിയാം. അപ്പൊ നഴ്സറിയിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ സീര എന്ന് ഇത് തന്നെയാണ്. കാലത്ത് അമ്മ എനിക്ക് പോണ്ട, ഒറ്റപ്പെടുത്തമാണ്. അപ്പൊ നീ പോയേ പറ്റൂന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ഇവിടെ ഒറ്റയാളെ ഉള്ളു രക്ഷിക്കാൻ അമ്മ പിന്നെ സമാധാനമായിട്ട് പറഞ്ഞ് മോൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാം, നീ ഒരു കാര്യം ചെയ്ത് പോയിട്ട് വാ. അമ്മ പിന്നെ അമ്മ കരമൻ സ്കൂളിലാണ്, പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരാം.
അതിൻ്റെ ഒരു കരാറിലാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പം അന്ന് തൊട്ട് അമ്മ തരുന്ന ആ ലാളന, കാരണം അമ്മ അത്രത്തോളം പവർഫുൾ, എന്താണ് ഈ ഭൂമി ദേവി സമം അമ്മ എന്ന് തന്നെ പറയും. ഇതിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ അറിയാതെ ഞാൻ ചെയ്തൊരു അപരാധമെല്ലാം അലിവോടെ തീർത്തന്നെ പുൽകേണമേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗിരീഷ് എഴുതിയ വേറൊരു ഇതിനകത്ത് പോയി. ആ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ചില സ്റ്റേജിൽ. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ. സബാഷ്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എല്ലാവർക്കും ഒരു തുള്ളി കണ്ണുനീര് തീർച്ചയായിട്ടും മോള് പാടിയപ്പം വന്ന് കാണും അമ്മയെ ഓർക്കുമ്പോഴത്തേക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നന്ദുസേ, എന്തോ ചേട്ടനെ പോലെ തന്നെ എനിക്കും എൻ്റെ അമ്മയെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. ഒരു സമയം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി. നമ്മുടെ സ്കൂളിന് ചുറ്റും ഒരു മുള്ളുകമ്പി വേലി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ വേലിയിലോട്ട് വീണിട്ട് ഇവിടെ ഈ ഇങ്ങനെ അകത്തോട്ട് കുത്തിക്കയറി ഒരു 22 സ്റ്റിച്ച്. അപ്പോൾ ഡോക്ടർ തന്നെ അടുത്ത ദിവസം രാവിലെ വന്നപ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അത്രയും ഫേറ്റലാകാവുന്ന ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ 40 ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഈ 40 ദിവസങ്ങളിലും എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് രാത്രിയിൽ ഞാൻ ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചാടി എണീക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുന്നത് അമ്മ എന്നെ തന്നെ നോക്കിയിരിക്കും. 40 ദിവസം, ഒരു ദിവസം 2 ദിവസത്തല്ല. അതാണ് അമ്മ. അമ്മയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നെ കാത്ത് രക്ഷിച്ച, കാത്തു വെച്ച അമ്മയുടെ മകനാവാനായിട്ട് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, ഇനി ഉണരാൻ ഒരു മന്ത്രദീക്ഷ തരുമോ, അമ്മ മഴക്കാരന് കണ്ണു നിറഞ്ഞു എന്ന് ഗിരീഷേട്ടൻ എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. നന്ദൂസ് വളരെ നന്നായിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഞാൻ നന്ദൂസിന്റെ പെർഫോമൻസസ് കേട്ടതിൽ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ്. താങ്ക് യു സർ. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ആ ചരണത്തിൽ പാടിയ ഒരു പോർഷൻ എനിക്ക് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. നന്നായി വരട്ടെ. ഓക്കെ സർ. താങ്ക് യു സർ. ശ്രീനന്ദക്കുട്ടി ഇന്ന് കൊണ്ടുവന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും ഈ പാട്ട് ഇത്രയും നന്നാവാൻ കാരണം എന്താണ്? ടെൻഷൻ ഇല്ലാത്തോണ്ടാ. ടെൻഷൻ ഇല്ലാതെ ഇന്ന് പാടി. ഞാൻ വിചാരിച്ചത് സാധാരണ പാട്ട് തന്നെ ശ്രീനന്ദ വരുമ്പോ ഇവിടെ വരുമ്പം ടെൻഷൻ പിടിച്ചു പോവും. ഈ പാട്ട് ശ്രീനന്ദ എങ്ങനെ ഇന്ന് പാടും? അല്ല, അമ്മ ഇവിടെ ഉണ്ടല്ലോ, എന്റെ കൂടത്തിന്റെ ആണല്ലോ, അതുകൊണ്ട് ആ ഒരു കുഴപ്പം വരില്ല. അപ്പൊ ഈ പാട്ടിലുള്ള വരികളൊപ്പം തന്നെ ശ്രീനന്ദയുടെ അമ്മയ്ക്കും ഒരു വലിയൊരു താങ്ക്സ് നമ്മൾ പറയും. പല ആൾക്കാരും എൻ്റെ സ്വന്തം ജീവിതത്തിലാണെങ്കിലും ശരി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ആണെങ്കിലും ചിലവർ പറയും അമ്മയെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ എന്ന് പിന്നെ തോന്നി എന്ന്. അങ്ങനത്തെ ഒരു അവസരം ഒരാളുടെയും ലൈഫിൽ വെക്കരുത്. എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു നമ്മളുടെ അമ്മയ്ക്ക് വേണ്ടി, അപ്പം മനസ്സ് നിറഞ്ഞ് ബാക്കി എല്ലാം നിർത്തി വെച്ചാൽ അതങ്ങ് ചെയ്യുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സൂപ്പർ. താങ്ക് യു സർ. ഇതെനിക്ക് കൊഞ്ചിക്കാൻ തോന്നണോ? അത്രയ്ക്ക് നന്നായിട്ട് ഇന്ന് പാടി. താങ്ക് യു സർ. എൻ്റെ അച്ഛൻ വളരെ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ അന്ന് മുതൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്നത് അമ്മയാണ്. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 13 വയസ്സ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അവിടെ നിന്ന് ഒഴിഞ്ഞേണ്ടി വന്നു. അമ്മ ടീച്ചറായിരുന്നു. അങ്ങനെ ആകെ വഴിമുട്ടിയൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയെ ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ല. അത് കഴിയുമ്പോൾ നേരത്തെ ദീപു പറഞ്ഞ പോലെ അത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വളരെ കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. അതായത് നമ്മൾ ജനിച്ച് കുറച്ച് നാൾ മുമ്പ് കഴിയുന്ന കുട്ടികൾ നമ്മൾ ചീത്ത പറഞ്ഞാലും അടിച്ചാലും പിച്ചാലും കൊച്ചു കുട്ടികൾ അതൊക്കെ മറന്ന് വീണ്ടും നമ്മളെ സ്നേഹിക്കും. അതുപോലെ തന്നെയാണ് അമ്മ. അമ്മയുടെ മനസ്സിൽ നമ്മളോട് ഒരിക്കലും ഒരു ദേഷ്യം തോന്നില്ല. നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കും അമ്മയുടേത്. അപ്പം എന്തായാലും സൂപ്പറായിട്ട് പാടി. താങ്ക് യു സർ. ഇനിയും നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദക്കുട്ടി, എന്തോ എനിക്ക് എന്നെ സംബന്ധിച്ച് അമ്മച്ചിയും അപ്പച്ചനും ഒരേപോലെ ആയിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് അപ്പച്ചന് കൂടുതൽ വാത്സല്യമായിരുന്നു എന്നോട്. മോള് പാടിയ അമ്മയെക്കുറിച്ചുള്ള ആ പാട്ട് അതിപ്പോഴും കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ മോളുടെ വോയിസ്, അതിനെപ്പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. കള്ളത്തരമില്ലാത്ത
വോയിസ്. വളരെ കറക്റ്റ് താങ്ക് യു. അല്ലേ? പിന്നെ അതിനകത്ത് ഒരു കുഴപ്പം കൂടിയുള്ളത്, നമ്മളെന്ത് ചെറിയൊരിത് കാണിച്ചാലും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അത് എൻ്റെ വോയിസിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോളുടെ പാട്ട് കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഓർത്തത്. രാജാ സാറിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നുള്ള ഒരു വ്യക്തി, എനിക്ക് അർജുന മാസ്റ്റർ കുറേ അവസരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ രാജാ സാറിൻ്റെ പാട്ടുകൾ പാടി എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ്. രാജാ സാറെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും എന്നെയും ഓർക്കാറുണ്ട്. 72 ഏറ്റവും ആദ്യത്തെ ഫിലിം പാടുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം വരുമ്പോൾ 50 വർഷമായി പാടി. അപ്പോ നന്ദക്കുട്ടി, എന്താ? ഇന്ന് നന്ദക്കുട്ടിക്കൊരു പാക്കേജാണ് ഞാൻ തരാൻ പോകുന്നത്. പാടിയതിന്, കോൺഫിഡൻസിന്, അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നതിന്, അതിനെല്ലാത്തിനും കൂടെ ചേർത്ത് 25 ഔട്ട് ഓഫ് 25. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ തരാൻ പോകുന്ന മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇംപ്രൂവ്മെന്റിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് 24.75 ഔട്ട് ഓഫ് 25. താങ്ക് യു സർ. താങ്ക് യു. ഇത് ഞാനും അടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. 24.5. താങ്ക് യു സർ. ശ്രീനന്ദകുട്ടി എന്തോ? 24.75 ഔട്ട് ഓഫ് 25. താങ്ക് യു സർ. സോ 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. നമ്മുടെ ശ്രീനന്ദ മോൾക്ക് ഇന്ന് കുറെ നാൾക്ക് ശേഷം കോൺഫിഡൻസ് കിട്ടി പെർഫോം ചെയ്തതിന് ജഡ്ജസ് തന്നിരിക്കുന്നത് താങ്ക് യു സർ. ആദ്യ ഒരു സുന്ദരി പൂക്കുറ്റി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. താങ്ക് യു സർ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സുന്ദരി കുട്ടിക്ക് വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. താങ്ക് യു. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? അമ്മ ഇന്ന വാക്കു കൊണ്ടു പൂജ ചെയ്തിടാ. മലയിട്ട കൈ പിടിച്ചു വീരുന്നു കാരൻ, പിന്നെ വലയിട്ടു കണ്ണു കൊണ്ട് പൊതുമാരൻ. ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്.